ഞാനിപ്പോൾ കറന്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ പട്ടിക്കാട് SA റൂഫിംഗ്സിന്റെ ഷോറൂമിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സെന്ററിലാണ്. നമ്മൾ SA റൂഫിംഗ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഉപ്പയായിരുന്നു 1985 അറൌണ്ട് 40 ഇയേഴ്സ് ആയി. ഈ സൈഡിലേക്കൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാലും ചേമ്പലിൽ വെള്ളം വെച്ച പോലെയാണ് ഇതിലും നമ്മൾ നേരത്തെ ഓടിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാടനും വരുത്തനും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് കണ്ടോ, ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഉണ്ട്, അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഹെക്സഗണൽ എന്ത് ഷേപ്പ് പറയാ, ഒരു ഷേപ്പ്. ഇത് നല്ല രസമുണ്ട്. കളറും വെറൈറ്റി കളർ. എനിക്ക് അടുത്ത പ്രൊജക്റ്റിലേക്കൊക്കെ നമുക്ക് പിടിക്കാൻ പാകത്തിന് ഒരു ഡിഫറൻസ് സാധനം ഉണ്ട്. ഇതൊന്ന് കണ്ടുവെച്ചോളൂ, ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. മെറ്റൽ ഷീറ്റിൽ ആലു സിങ്ക് കോട്ട് വന്നതാണ്. നമ്മുടെ 4.5 mm. അതെ, നമ്മൾ GI പറഞ്ഞ പോലെ കോട്ടിംഗ് ആണ്. ആലു സിങ്ക് കോട്ടിംഗ് ആണ്. നല്ല റിംഗിങ് സൗണ്ട് ഉണ്ട്. ഇതിനാണെങ്കിലോ മറ്റേതിന്റെ അത്ര ഒരു പ്യുവറും റിംഗും ഇല്ല. നിങ്ങൾ ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ അടുത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ, ജാലിക്കകത്ത് SS-ന്റെ നെറ്റ് ഉണ്ട്. നാടനിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാ ഒഴിക്കുന്ന വെള്ളം അതുപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വിയറ്റ്നാം അല്ലേ. നമ്മൾ നോർമലി ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ രണ്ടോടും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇല്ല, കയറി ഒന്ന് ഞാൻ ചാടിയോട്ടെ. പൊട്ടി ഇല്ല, ചാടുന്നതിന്റെ മുമ്പേ നമ്മുടെ നാടനോട് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പോയിന്റിൽ അടിക്കുന്നത് നമുക്ക് അവിടെ ടെമ്പറേച്ചർ കയറി വരുന്നത് കണ്ടോ. ഇവിടെ അടിക്കുന്ന പോയിന്റിൽ നല്ല രീതിയിൽ 112, 110 ഒക്കെ ആയി. നമുക്ക് ഈ 2 വീലർ ഒന്ന് കയറ്റി വെക്കാം. അപ്പോൾ ഒന്ന് കയറ്റി വെക്കോളൂ. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കറന്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ പട്ടിക്കാട് SA റൂഫിംഗ്സിൻ്റെ ഷോറൂമിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സെൻറ്ററിലാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രൊഡക്ട്സ്, ഈ റൂഫിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഭംഗിയായിട്ട് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അത് മാത്രമല്ല SA റൂഫിംഗ്സിന് മലപ്പുറത്ത് മൊത്തത്തിൽ 7 ഷോറൂമുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും അല്ലാതെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഷോറൂം ഓൺ ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റ് തന്നെയാണ്. അപ്പോൾ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, പലതരത്തിലുള്ള മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റുകളും ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓരോ മെറ്റീരിയലും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഒരു പർപ്പസിന് പറ്റിയതാണോ, അല്ലെങ്കിൽ അതിലുള്ള പ്രൈസ് ഡിഫറൻസ് വരാനുള്ള റീസൺ എന്താണ്, ആ പ്രൈസ് കൂടിയത് എടുക്കണോ കുറഞ്ഞത് എടുക്കണോ, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഏത് എടുക്കാം എന്നുള്ളതൊക്കെ ഭംഗിയായിട്ട് നമുക്കൊന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യത്തിൽ കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ നമ്മളെ വീഡിയോ തുറന്നുകൊണ്ട് കാണാം. ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാ തവണയും മെറ്റീരിയലിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒരു വെണ്ടർ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും പലപ്പോഴും ആ വെണ്ടറായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള വലിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. ഇവിടെ എന്തായാലും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ കുറിച്ചിട്ടും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരാൾ ആർക്കിടെക്റ്റ് തന്നെയാണ്. അപ്പോൾ ആർക്കിടെക്ട് റാഷിദാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ റാഷിദ്, ഇത് നിങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനു മുമ്പേ റാഷിദ്, നിങ്ങളുടെ ഈ ഒരു ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര നാളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട്? എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും റാഷിദും ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇതിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിലായിരിക്കും പുള്ളിയും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഒരു ബ്രീഫായിട്ട് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തോളൂ. നമ്മൾ SA റൂഫിംഗ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഉപ്പയായിരുന്നു 1985 അറൌണ്ട് 40 ഇയേഴ്സ് ആയി. ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ SA റൂഫിങ്സിൽ നമ്മളിപ്പോൾ ഒരുപാട് വൈഡ് പ്രൊഡക്ട്സ്, നമുക്കൊരു റൂഫ് ടൈലിൻ്റെ എല്ലാ റൂഫ് ടൈൽസും നമുക്ക് ഇവിടെ ഉണ്ട്. ശരി. ഇപ്പോൾ 10 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏഷ്യൻ റൂഫ് എന്നുള്ള ബ്രാൻഡിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് അതിൽ ഏഷ്യൻ റൂഫ് എന്നുള്ളത് നമ്മൾ ഓൺ ബ്രാൻഡാണ്. അത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് എല്ലായിടത്തും ഡീലേഴ്സ് ഉണ്ട്, നമ്മളത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ 7th ഷോറൂമിലാണ്, പട്ടിക്കാടുള്ള റിനോവേറ്റഡ് ഷോറൂമിലാണ്. നമ്മൾ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് പ്രൈസിന് കൊടുക്കുക. അപ്പോൾ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഇമ്പോർട്ടേഴ്സിൽ നിന്ന് വാങ്ങിക്കാന്നുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്. പിന്നെ ഏതൊരു ക്ലയൻറ്റ് വന്നാലും നമ്മൾ അവർക്ക് ഏതും ചൂസ് ചെയ്യാം. അപ്പോൾ ബഡ്ജറ്റഡ് ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും എല്ലാ സെഗ്മെന്റിലും ഉള്ളത് ഉണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, റൂഫിങ്ങിൽ എല്ലാ സൊല്യൂഷനും നമുക്ക് ഇവിടെ ഉണ്ട്. ഏതൊക്കെ ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയലാണ് നമുക്ക് റൂഫിംഗ് മെറ്റീരിയൽ വരുന്നുള്ളത്? നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാധാ മണ്ണിന്റെ നാടൻ ഓടുകളുണ്ട്, വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന് ശേഷം വന്നതാണ് നമ്മുടെ ഈ സെറാമിക് ഓടുകൾ. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ബ്രാൻഡുകളിൽ വരുന്നുണ്ട്. അതിനുശേഷം സെറാമിക് ഓടിന്റെ ട്രെൻഡിങ് അതിന് ശേഷം ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ വൈറ്റ് ക്ലേയിൽ ടൈൽ വരാൻ തുടങ്ങി. വൈറ്റ് ക്ലേ എന്ന് പറയുമ്പോഴേക്കും സെറാമിക് ഓടിനെക്കാട്ടി കുറെ കൂടെ ചൂട് കുറയും. അതെ.
പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഷിംഗിൾസ് നമുക്ക് അതെ ഷിംഗിൾസ് നമുക്ക് ഒരു 3 ഐറ്റം ഉണ്ട്. അത് നമുക്ക് അസ്ഫാൾട്ടിൽ വരുന്നുണ്ട്, SBS വരുന്നുണ്ട്, സെമി SBS ഉണ്ട്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് സെമി SBS ആണ്. പിന്നെ നമുക്ക് വരുന്നത് റൂഫ് ടൈൽ വരുന്നത് സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അടുത്ത മെയിൻ കാര്യം ചോദിക്കാം. കാരണം ഇതൊരു ബഡ്ജറ്റ് വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ടൈല് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ തൊട്ടാണ്? ഏറ്റവും വില കൂടുതൽ വരുന്ന ടൈല് എത്ര രൂപയാണ്? അതിന്റെ മെറ്റീരിയലും അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വരുന്നത് 42 മുതലാണ് നാടൻ ഓടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 42 രൂപ തൊട്ട് ഫസ്റ്റ് ക്വാളിറ്റി. ശരി, അത് മുതൽ നമുക്കൊരു 450-500 രൂപ വരെയുള്ള റൂഫ് ടൈൽസ് ഇമ്പോർട്ടഡ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് ആലോചിക്കുക, 42 രൂപ മുതൽ 450 രൂപ റേഞ്ചിലുള്ള ടൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതൊന്ന് പറഞ്ഞുതരുമോ? ഏതൊക്കെ സെഗ്മെന്റ്, ഏതൊക്കെ ബഡ്ജറ്റിലുള്ള ആളുകൾ, വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും, കാരണം ബഡ്ജറ്റഡ് ആയിട്ടുള്ള ആൾക്കും നല്ല ക്വാളിറ്റി ഉള്ള റൂഫ് തന്നെ കിട്ടണം. ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റാഷിദ് ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കുന്ന ഒരാൾക്ക് റാഷിദ് ഏത് ഇതായിരിക്കും? ഇപ്പോ 90% ആളുകളും ബഡ്ജറ്റ് ആയിട്ടുള്ള റൂഫ് ടൈലിന്റെ ആളുകളാണ്. കാരണം മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള റൂഫ് ടൈലാ. അപ്പൊ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വൈറ്റ് ക്ലേയിലുള്ള റൂഫ് ടൈൽസ് ആണ്, ഏഷ്യൻ റൂഫിന്റെ. അതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നാടൻ ഓട് എടുക്കുകയാണെങ്കിൽ 42 രൂപ രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അത് ഒരു സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറൌണ്ട് പെയിന്റിംഗ് അടക്കം ഒരു 65 രൂപന്റെ കോസ്റ്റ് റേഞ്ച് വരും. അത് പെയിന്റിംഗ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പിന്നെ നമുക്ക് ഈ വൈറ്റ് ക്ലേയിലെ റൂഫ് ടൈലാണ് നമുക്ക് അറൌണ്ട് ഒരു 70-65 ആ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ രണ്ടും സെയിം റേറ്റിൽ എത്തും ചെയ്യും. അതാണ് എന്റെ ഒരു പോയിന്റ്. ഇപ്പോ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാള് ഇപ്പോൾ വരികയാണെങ്കിൽ അവർ 42 രൂപയ്ക്ക് ഫസ്റ്റ് ക്വാളിറ്റി ടൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 42 രൂപയുടെ ഓട് നേരെ കൊണ്ടുപോയി ഇട്ടിട്ട് ഇല്ല. കാരണം അത് പിന്നെ നമ്മളൊരു 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും പെയിന്റ് അടിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മഡിന്റെ ക്വാളിറ്റി എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി മഡിന്റെ ഒരു അവൈലബിലിറ്റി ഒക്കെ കുറവുണ്ടായി. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് കേരളത്തിൽ ഒരുപാട് ഒരു 90% കമ്പനികൾ പൂട്ടാൻ കാരണം മണ്ണിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് മണ്ണ് വരുന്നത് തന്നെ പുറത്തുനിന്നാണ്, ഹുസൂരിന്ന് വരുന്നുണ്ട്, പിന്നെ ഒരുപാട് സൈഡിൽ നിന്ന് മണ്ണ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരുപാട് ക്രാക്കും ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ക്വാളിറ്റി ഓടുകളിൽ. അപ്പൊ നമ്മുടെ മുമ്പിൽ 2 ഓട് ഇരിക്കുന്നുണ്ട് അല്ലെ? ഇതിൽ ഒന്ന് വൈറ്റ് ക്ലേയും ഒന്ന് സെറാമിക്കും ആണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഒരു ഫിനിഷസിൽ നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫിനിഷ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇത് വൈറ്റ് ക്ലേ ആയിരിക്കും വിചാരിക്കാം അല്ലെ? ശരിക്കും ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ബാക്ക് സൈഡ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇത് വൈറ്റ് ക്ലേ ആണ്. അതെ. ഇതിന്റെ ബാക്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇത് സെറാമിക് ആണ്, ഡാർക്ക് കളർ ഉണ്ടാവും. കുറച്ചും കൂടെ ഡാർക്കർ ആണ്. ഇത് കുറച്ചും കൂടെ ലൈറ്റർ. അപ്പൊ ഇത് വൈറ്റ് ക്ലേയും ഇത് സെറാമിക്കാണ് വരുന്നത്. ഇനി എന്താണ് ഇതിനകത്തുള്ള ഡിഫറൻസ്? എന്താണ്? ഒന്നാമത് നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ഇതില് കുറവാണ് സെറാമിക്കില്. അപ്പോ ഇതില് ഹീറ്റ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ വൈറ്റ് ക്ലേ ആണെന്നുണ്ടെങ്കിൽ ക്ലേ കണ്ടന്റ് അതിൽ കൂടുതലാണ്. അതെ, അപ്പൊ ചൂട് കുറയും സ്വാഭാവികമായിട്ടും. ഈ സൈഡിൽ വാട്ടർ അബ്സോർപ്ഷൻ കൂടുതൽ വരും. ബാക്ക് സൈഡിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വൈറ്റ് ക്ലേ ആണ് അല്ലേ? വാട്ടർ അബ്സോർപ്ഷൻ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതെ, ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ എഫക്ട് ചെയ്യില്ലല്ലോ. ഇല്ല, പാടില്ല. ഈ സൈഡിൽ എപ്പോഴും നമ്മൾ ഈ വെഹിക്കിൾസിനൊക്കെ അടിക്കുന്ന കോട്ടിംഗ് ഉണ്ട്, ആ സെയിം കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. ശരി. അപ്പൊ ഇതിലെന്തായാലും വെള്ളം അബ്സോർബ് ചെയ്യില്ല. ഇതിൽ വൈറ്റ് ക്ലേയിൽ വരുന്ന ഈ ഏഷ്യൻ റൂഫ് എന്നുള്ള ബ്രാൻഡിൽ വരുന്നത് എപ്പോഴും ഡബിൾ കോട്ടിംഗ് വരുന്നുണ്ട്. ഇതില് നോൺ ബ്രാൻഡ് എപ്പോഴും സിംഗിൾ കോട്ടിംഗ് ആണ് വരിക. ശരി. അപ്പൊ ഞാൻ എന്റെ അടുത്തൊരു ചോദ്യം, ഒരു ടൈൽ എടുക്കാൻ വരുന്ന ആള്, റൂഫ് ടൈൽ എടുക്കാൻ വരുന്ന ആള്, ഈ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വൈറ്റ് ക്ലേ എടുക്കണോ അല്ലെങ്കിൽ സെറാമിക് എടുക്കണോ? അത് ബഡ്ജറ്റ് അനുസരിച്ചാണ്. ഇതില് ഡിഫറൻസ് ഏകദേശം ഒരു 7 രൂപ 5 രൂപ ആ മാറ്റങ്ങളെ വരുള്ളൂ. അതായത് ഈ 2 ഓട് നമ്മൾ ഒരു റേഞ്ച് പറഞ്ഞു, ഇതിന് എത്ര പ്രൈസ് സ്റ്റാർട്ട്? ഇതിനിപ്പോ നമുക്ക് ഒരു 55 രൂപ പ്രൈസ് നമ്മുടെ ക്ലേ ടൈൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 7 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 62 രൂപക്ക് നമുക്ക് വൈറ്റ് ക്ലേ ടൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 7 രൂപ അധികം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 12,500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അപ്പൊ ഒരു ടൈൽ 7 രൂപ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? അതെ, ഇതാണ് സജസ്റ്റ് ചെയ്യുക. ഇതിന്റെ ഒരു വാറന്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഏഷ്യൻ റൂഫ് എന്നുള്ള ബ്രാൻഡിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ ഈ വൈറ്റ് ക്ലേയിൽ വരുന്ന നമ്മൾ 10 വർഷത്തെ കളർ വാറന്റിയാണ് കൊടുക്കാം. ലീക്കും കാര്യങ്ങളൊന്നും എന്തായാലും വരില്ല. ഇല്ല, ഒരിക്കലും വരില്ല. നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ വീടിന് വെച്ചിട്ട് ഏകദേശം 8 വർഷമായി. ഇതൊരു കംപ്ലൈന്റ് ക്ലീൻ ആക്കേണ്ട ആവശ്യം കൂടെ വന്നിട്ടില്ല. ശരി. നമുക്ക് ആ പറഞ്ഞ അബ്സോർപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ആദ്യം ഞാൻ സെറാമിക്കിൽ ഒഴിക്കാം, വെള്ളം അബ്സോർബ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നോക്കാനോ. ഇതാണ് സെറാമിക്കിൽ ഒഴിച്ചത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലേ ടൈൽ ഒഴിച്ച് വൈറ്റ് ക്ലേ ഒഴിച്ച് കഴിഞ്ഞാൽ
ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് ആവുന്നുണ്ട് അല്ലേ? സൈഡിലൊക്കെ അബ്സോർബ് ആയി വരുന്നുണ്ട്. ഈ സൈഡിലേക്കൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാലും നമ്മള് ചേമ്പലിൽ വെള്ളം വെച്ച പോലെയാണ് ഇതിലുള്ളത്. ഓക്കെ, ഇവിടെ വരുമ്പോ ഫുള്ളി അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, അവിടെയൊക്കെ അബ്സോർബ് ആവുന്നുണ്ട്. അപ്പൊ ഇതില് ക്ലേ കണ്ടന്റ് കൂടുതലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പൊ റാഷിദ്, നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഓടിനകത്ത് ഇവിടെ കുറെ ഡിസ്പ്ലേ ഉള്ളതിൽ എന്തൊക്കെയോ ഡിഫറൻസ് ഉള്ളതെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണം. ഓക്കെ, ഇതിനകത്ത് കളേഴ്സ് ആണ് അല്ലേ? കളേഴ്സ് ആണ്. നമുക്ക് ഏകദേശം ഒരു 8 കളേഴ്സ് തന്നെ ബ്രാൻഡുകളിൽ വരുന്നുണ്ട്. അതിൽ മോസ്റ്റ്ലി നമുക്ക് മൂവിംഗ് ഉള്ള കളേഴ്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പൊ കളറിൽ മാത്രമുള്ള ഡിഫറൻസ് അല്ലേ ഉള്ളൂ? അതെ, ഇതെല്ലാം ഇപ്പൊ ഏതാണ്? വൈറ്റ് ആണ്. ഇത് നമുക്ക് വൈറ്റ് ക്ലേ ഉണ്ട്. ഇത് എൻറ്റയർലി വൈറ്റ് ക്ലേ ആണ്. വൈറ്റ് ക്ലേയിൽ തന്നെ 3 കാറ്റഗറി ആയിട്ടൊക്കെ വരുന്നുണ്ട്. എന്താണ് വൈറ്റ് ക്ലേയിലുള്ള 3 കാറ്റഗറി? 3 കാറ്റഗറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൈസിലുള്ള മാറ്റമുണ്ട്. മാഗ്നം എന്ന് പറയുന്നത് കുറച്ചും കൂടി സൈസ് ഉള്ള സീരീസ് ആണ്. പിന്നെ മാഗ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന സീരീസ് ആണോ? അതെ, ഈ കാണുന്ന സീരീസ് ആണ്. പിന്നെ സ്ട്രെങ്ത് വൈസ് ആണ്. പിന്നെ ബാക്കിയുള്ളത് എറ്റേണിറ്റി എന്നുള്ള സീരീസ് ഉണ്ട്. ഇതിപ്പോ കുറച്ച് സൈസ് അധികം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, ഇത് സൈസ് അധികം ഉണ്ട്. ശരി, അപ്പൊ ഇതിനൊക്കെ എങ്ങനെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെ വരിക? ഇത് നമുക്ക് ഒരു 68 ആ റേഞ്ച് ഒക്കെ തന്നെ വരുന്നുള്ളൂ. ശരി ശരി. അപ്പൊ നമ്മൾ ഈ ഒരു മാഗ്നം സീരീസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേറൊരു ഡിസൈൻ കാണുന്നുണ്ട്. അപ്പൊ വേറെ സീരീസ് ആവും. ഇത് പോർട്ടോ സീരീസ് എന്നാണ് പോർട്ടോ പറയുന്നത്. സീരീസ്. ഇത് നമുക്കൊരു 4-5 ഷെയ്ഡിൽ വരുന്നുണ്ട്. അതിന്റെ ടെറാക്കോട്ട ബ്ലൂ, സ്റ്റീൽ ഗ്രേ ഒക്കെ ഉണ്ട്. ശരി, ഇതാണോ സ്റ്റീൽ ഗ്രേ? ഇത് സ്റ്റീൽ ഗ്രേ ആണ്. സ്റ്റീൽ ഗ്രേ ഒരു ആന്റിക് ഡോട്ട് ഫിനിഷ്. ഇതാണ് നമ്മൾ ആ റസ്റ്റിക് ഫിനിഷ് കൂടുതലായിട്ട് കുറെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബ്ലൂ. ഇത് അതിന്റെ തന്നെ ഒരു ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ഫോർമാറ്റ് തോന്നുന്നു. അതെ അതെ. അപ്പൊ ഇതിന് എങ്ങനെയാണ് സൈസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാട്ടി ചെറുതാണോ? അല്ല, ഇത് ഒരു സ്ക്വയർ ഫീറ്റിലും കുറച്ച് കൂടും. മാഗ്നം 1.5 സ്ക്വയർ ഫീറ്റ് ആണ്. 1.5 സ്ക്വയർ ഫീറ്റ് ആണ്. 1.5 സ്ക്വയർ ഫീറ്റ് ആണ്. നമുക്ക് എന്താ പ്രൈസ് ഒക്കെ സ്ക്വയർ ഫീറ്റിലല്ലേ വരുന്നത്? അതെ, പ്രൈസ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുള്ളൂ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇതിനൊരു റേഞ്ച് എങ്ങനെയൊക്കെ വരുന്നത്? ഇത് നമുക്ക് റേറ്റ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 85 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 85 മുതൽ 150 രൂപ വരെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇത് ഫ്ലാറ്റ് സീരീസ് ആണ് വരുന്നത്. നമ്മൾ ഈ കൊളോണിയൽ ടൈപ്പ് വീടുകൾക്കൊക്കെ ഫ്ലാറ്റിന്റെ അറ്റത്ത് ഇങ്ങനെ ചെറിയൊരു ബെൻഡ്. അതെ, അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഫ്ലാറ്റും ഉണ്ട്. ഇത് ഫ്ലാറ്റും ഉണ്ട്. ഇത് ഫുൾ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു നൈസ് ഗ്രൂവ് ഒക്കെ ആയിട്ട്. ഇവിടെ ഒരു ചെറിയ ഗ്രൂവ് വരുന്നുണ്ട്, ഒരു വലിയ ഗ്രൂവ് വരുന്നുണ്ട്, പിന്നെ ഫ്ലാറ്റ് ആയി കിടക്കുന്നുണ്ട്. ഡിസൈൻ വിരിച്ച് വരുമ്പോഴേക്കും ലേ ചെയ്ത് വരുമ്പോഴേക്കും നല്ല രസമായിരിക്കും, ഭംഗിയുണ്ടാവും. ഇതിന്റെ ഒരു റേഞ്ചും കൂടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതും നമുക്കൊരു 85 മുതൽ ഒരു 160 വരെ ഒക്കെ ഉണ്ട്. നമ്മുടെ ഇതാണെങ്കിലോ ബെൻഡ് ആണെങ്കിലോ അത്രേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്. ഓട് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് വരുന്നു, വെള്ളം വരുന്നു ഒക്കെ പറയുന്ന ആളുകൾക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു മിനിമം സ്ലോപ്പ് എത്ര ഡിഗ്രിയാണ്? മിനിമം സ്ലോപ്പ് എപ്പോഴും നമ്മൾ 27 ഡിഗ്രി മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അത് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, റൂഫിംഗ് ടൈൽ ഏതാണെങ്കിലും, ഷിംഗിൾസ് ആണെങ്കിൽ പോലും മിനിമം നമ്മൾ 27 ഡിഗ്രി കൊടുക്കാൻ പറയും. ഷിംഗിൾസിന് അത് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും വെള്ളത്തിന്റെ ഇഷ്യൂസ് വരും. പിന്നെ ഇതിൽ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഇൻസ്റ്റലേഷൻ കേസിലാണ്. എപ്പോഴും നമുക്ക് ഓൺ ഇൻസ്റ്റലേഷൻ ടീം ഉണ്ട്. ഏകദേശം നമ്മളെ കൂടെ തന്നെ 12 വർഷമായിട്ടുള്ള ടീമുണ്ട്. അപ്പൊ അവരാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. ഇതിന്റെ റിഡ്ജസ് വെക്കുമ്പോഴൊക്കെ നമ്മൾ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ കുഴിയടി എന്നൊക്കെ പറയാലോ, മീറ്റ് ചെയ്യണ പോയിന്റ്, അതെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ കട്ട് ചെയ്ത് നീറ്റ് ആയിട്ട് ചെയ്തു തരും. ഈ ലേയിങ് ഇൻക്ലൂഡഡ് ആണോ ഈ പറയുന്ന പ്രൈസിൽ? അല്ല, ലേയിങ് അഡീഷണൽ വരും. അത് നമുക്ക് വേരി ചെയ്യും. അത് നമുക്കൊരു സ്ക്വയർ ഫീറ്റ് 18 മുതൽ 25 രൂപ വരെ ചെയ്യുന്ന ടീമുകളുണ്ട്. ശരി, ലേയിങ്ങിന് സെപ്പറേറ്റ് ആണ് റേറ്റ് വരുന്നത്. ക്ലേ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വരുന്നതാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാഡിംഗ് ടൈപ്പ് അല്ലേ? ഇതിലും നമ്മൾ നേരത്തെ ഓടിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാടനും വരുത്തനും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോ കൂടുതലായിട്ടും ഇപ്പൊ ഇമ്പോർട്ടഡ് ക്ലാഡിങ്സ് ആണ് മൂവിങ് ആയിട്ടുള്ളത്. ഭയങ്കര ഫിനിഷിംഗ് ആണ്, ബെൻഡ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ അലിഞ്ഞു പോണ ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം ഒക്കെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ഒന്നാമത് നമ്മുടെ നാട്ടിൽ മണ്ണിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. പ്രോസസിംഗ് കറക്റ്റ് അല്ല. പണ്ട് മണ്ണൊക്കെ ഒരുപാട് കൂട്ടിയിട്ടിട്ടാണ് കുറെ കാലങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. എന്നാലും എന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ നാടനായിട്ടുള്ള ക്ലാഡിംഗ് ഇപ്പൊ ഇതിൽ ഏതാണ്? ഈ താഴെയുള്ളത്. ഈ നാടൻ ക്ലാഡിങ്ങുകൾ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും? നമുക്കൊരു 9 രൂപ മുതൽ നാടൻ ക്ലാഡിംഗ് പെർ പീസ്. സ്ക്വയർ ഫീറ്റ് അല്ല പറഞ്ഞത്, പെർ പീസ്. സ്ക്വയർ ഫീറ്റ് ഒരു നമുക്കൊരു 5.5 ആണ്. ആ റേഞ്ചിലൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും അത് അല്ലേ? അതെ, 9 രൂപയാണ് ഇങ്ങനത്തെ ഒരു ക്ലാഡിങ്സിനൊക്കെ റേറ്റ് വരുന്നത്. ഇത് പ്ലെയിൻ ടൈലാണ്. ഇതിന്റെ എഡ്ജിൽ ഒരു ചെറിയ ചെരിവൊക്കെ ഷാംഫറിംഗ് വരുന്നത്. രണ്ടും സെയിം പ്രൈസിലാണോ വരും? അപ്പോൾ അതൊരു രൂപ കൂടും. ഒരു രൂപ കൂടും. ആ ഡിസൈൻ. ഇത് ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്. നാടനല്ല. അല്ല,
ഇത് നമുക്കൊരു 12 രൂപ ആ റേഞ്ച് തന്നെ വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഒരു ബ്രിക്ക് ക്ലാഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 9 രൂപ ഒരെണ്ണത്തിന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഓൾറെഡി ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ ഈ പറഞ്ഞതുപോലത്തെ ഒരു സാധനം ചെയ്തു. പക്ഷെ ഞാൻ അതിന് ഫിനിഷിംഗ് ഒന്നും ചെയ്തില്ല, പ്ലെയിൻ ആയിട്ട് ഇട്ടതായിരുന്നു. ഒരു മഴ കഴിഞ്ഞപ്പോൾ കുറെ ക്ലാഡിങ് ഒലിച്ചു പോവല്ല, എന്താ പറയാ, അലിഞ്ഞു പോയി. അത് ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാലേ പ്രോപ്പർ ആയിട്ടുള്ള വേവ് കുറവായോണ്ടാണ്, പ്രോസസ്സിങ് കുറവായോണ്ടാണ് അതെ അതിൽ തന്നെ വരണം. അപ്പൊ നമുക്ക് അതിന്റെ നോയ്സ് ഒക്കെ കറക്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് മണ്ണിന്റെ ക്വാളിറ്റി നല്ലതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇതിൽ ക്ലിയർ അപ്ലൈ ചെയ്യണം. നാട്ടിലുള്ളതാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ലൈഫ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ MRF-ന്റെ ഒക്കെ ക്ലിയർ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഫംഗസ് ഒക്കെ ഇതിൽ വരും, ഒരു വെള്ള കളറുള്ള പൂപ്പൽ. അത് ഈവൻ നമ്മുടെ സീലിംഗ് ടൈൽ നമുക്ക് അതിലേക്ക് വരുമ്പോൾ പറഞ്ഞു വെള്ള പൂപ്പൽ പോലെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഈ ഒരു നാടന്റെ റേഞ്ച് വരുന്നത്. ഇനി നമ്മൾ വരുത്തനിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ ഫുൾ ഉള്ളത് നമുക്ക് ചൈനീസ് ക്ലാഡിംഗ് ആണ്. ഇത് പ്യൂർലി ക്ലേ ഇമ്പോർട്ടഡ് ആണ്. ഇത് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ഫീൽ ആണ്. ഇത് ഓരോന്നും ഓരോ ഷെയ്ഡാ വരിക. അതെ, ഫിനിഷ് ആണ്. ഇത് നമ്മൾ ഒരു ബോക്സിൽ 60 പീസാ വരിക. ഈ 60 പീസിന് 60 ഷെയ്ഡ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മൾ ആർക്കിടെക്ട്സ് കൂടുതൽ സജസ്റ്റ് ചെയ്യുക. കാരണം ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഒരു അറൌണ്ട് ഒരു 160-150 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പെർ പീസ്. സ്ക്വയർ ഫീറ്റിന് അപ്പൊ ഇവിടെ വരുമ്പോഴേക്കും പെർ പീസ് അല്ല, സ്ക്വയർ ഫീറ്റിന് ഒരു 150 ഒക്കെ റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. അതെ, ഇതിലെല്ലാം പല റേഞ്ച് ആണോ, ഡിസൈനും ഇതൊക്കെ അനുസരിച്ചിട്ട് പല മാറ്റങ്ങളും വരും. ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് വരുന്നത് അല്ലേ? സൈസസ് ഒക്കെ സെയിം ആണ്. ഇവിടെ വന്നപ്പോഴേക്കും ആ സൈഡിലോട്ടുള്ളത് വിയറ്റ്നാമിന്റെ. അത് ശരി. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസിങ് എങ്ങനെയായിരിക്കും? വിയറ്റ്നാം ആവുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു 120 ആ റേഞ്ച് കുറഞ്ഞു കിട്ടും. ഇതിൽ വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നാടന്റെ ഒക്കെ ലുക്കിലുള്ള ഒരു ഷെയ്ഡ് കിട്ടും. ഈ ലൈറ്റഡ് ആണ് നമ്മൾ കൂടുതൽ ആർക്കിടെക്ചർ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോ നമുക്ക് ഈ 50 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഈ ഒരു ഈ കാണുന്ന പീസ് കഴിഞ്ഞാൽ ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതെ, ഇത്ര ലെങ്ത് ഉള്ള ക്ലാഡിങ്സ് നമ്മൾ ഇവിടെ കുറവാണ്. ഉള്ളതാണെങ്കിൽ കൂടുതൽ ബെൻഡൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മളിത് വിയറ്റ്നാമിൽ ഇപ്പൊ പുതിയതായിട്ട് അല്ല. ഇത് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു 160-180 ആ റേഞ്ച് ആണ് സ്ക്വയർ ഫീറ്റ് വരിക. ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പ്രൈസ് ഇതിന്റെ ഒക്കെ ഒരു MRP ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏത് റേറ്റിനും കൊടുക്കാം. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ സ്റ്റോക്ക്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാനും, കേരളത്തിന്റെ പുറത്ത് എത്തിച്ചു കൊടുക്കാം. അപ്പൊ നോട്ട് ദ പോയിന്റ്. എനിക്ക് വേണം അടുത്ത സൈഡിലേക്ക് പോകും അല്ലെ? ഇവിടേക്ക് വരുമ്പോഴേക്കും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒട്ടുമിക്ക പ്രൊജക്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ 1x1 സീലിംഗ് ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ശരിക്കും സീലിംഗ് ടൈൽ തന്നെയാണ്. ശരിക്കും പർപ്പസ് അത് തന്നെയാണ്. സീലിംഗ് ഉപയോഗിക്കും, ഫ്ലോറിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഈ 1x1 ടൈല് നമുക്ക് നാട്ടിലുണ്ടാക്കുന്നതും ഉണ്ട്, ഇമ്പോർട്ട് ചെയ്ത് വരുന്നതും ഉണ്ട്. ഇതിപ്പോ നമുക്ക് നാട്ടിലുണ്ടാക്കുന്ന അതെ, ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് ആണ് വരുന്നത്. ഇതിൽ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലാണ്. ശരി, പിന്നെ സീലിംഗ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതെ, ഇതിന്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയതുകൊണ്ടേ ആ ഒരു പ്യൂർ ടെറാക്കോട്ട ഷെയ്ഡ് കിട്ടുന്നില്ല. അപ്പൊ കൂടുതലായിട്ടും ഇങ്ങനത്തെ ഉള്ള വിയറ്റ്നാം സീലിംഗ് ടൈലാണ് ഇപ്പൊ ട്രെൻഡിങ്. ഇത് ഇമ്പോർട്ടഡ് അതെ, ആയിട്ടുള്ള ഇത് ഫ്ലോറിൽ യൂസ് ചെയ്യാനാണോ? ഫ്ലോറിൽ യൂസ് ചെയ്യാം, സീലിംഗിന് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും ക്ലിയർ കോട്ടിംഗ് വല്ലതും കൊടുക്കണോ? വേണ്ട, ഡയറക്റ്റ് യൂസ് ചെയ്യാം. അബ്സോർപ്ഷൻ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കുറവാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ ഒരു സീലിംഗ് ടൈലിലും നമുക്ക് വിയറ്റ്നാം ടൈലും അതുപോലെ നമ്മുടെ നാടൻ ടൈലും അപ്പൊ ഇതിനകത്തുള്ള അബ്സോർപ്ഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം അല്ലേ? നേരെ വളരെ ഷൂക്കല്ലേ. ആദ്യം നാടനിൽ ഒഴിക്കാം. നാടനിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാ ഒഴിക്കുന്ന വെള്ളം അതുപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ? അബ്സോർബ് ആയി പോയി അല്ലേ? വലിഞ്ഞു വരും. അതവിടെ നടക്കട്ടെ. വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കി. സോറി, ആയിക്കോട്ടെ, നടക്കട്ടെ. ഇത് നമ്മുടെ ഈ വിയറ്റ്നാം അല്ലേ? നമ്മുടെ ചേമ്പിന്റെ ഇലയിലൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ ആണ്. അപ്പൊ ഇതിന് ഉറപ്പായിട്ടും മറ്റേ മാർക്കും പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം ഇത് വിയറ്റ്നാം പ്ലേ ആണ്. ഒരു ഡ്രോപ്പ് ഇവിടെ വീണ പോലും അങ്ങനത്തെ വെള്ളാക്കിയില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഫുൾ എൻറ്റയർലി നീ കുടിക്കും. ഇവിടെയൊക്കെ നല്ല ചേമ്പിന്റെ ഇലയിൽ ഒഴിച്ച പോലെ കഴിഞ്ഞ് ഇവിടെ ഏകദേശം അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്തൊന്ന് നോക്കിയാൽ ക്യാമറ ഒന്ന് വന്നു കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പോകുന്ന കാണാം. കണ്ടോ? അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പോകുന്ന കാണാം.
അപ്പോൾ ഇങ്ങനെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്ന ടൈലിലാണ് നമുക്ക് ഫംഗസ് വരുന്ന പ്രശ്നം. ഇതിന് ഫംഗസ് ഉണ്ടാവും. പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 4 രൂപ, 4 രൂപ 5 രൂപ മാറ്റമുള്ളൂ. 5 രൂപയുടെ വ്യത്യാസമാണ് ഈ രണ്ടെണ്ണത്തിലും വരുന്നത്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് 4-5 രൂപ എന്ന് പറഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പല ഡിസൈൻസ് ഉണ്ട്, അത് കണ്ടോ, ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഉണ്ട്, അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഹെക്സഗണൽ എന്ത് ഷേപ്പ് പറയാ, ഒരു ഷേപ്പ് ഒരു ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഡിസൈൻ ഉണ്ട്. ഒരു കോംബ് ഹണികോംബ് ഷേപ്പിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പലപ്പോഴും ഫ്ലാറ്റ് ഇപ്പൊ നമ്മള് ഇവിടെ ചെയ്തതും ഈ ഒരു ജസ്റ്റ് ഒന്ന് നമുക്ക് മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ സെയിം സാധനം. പിന്നെ എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക പ്രൊജക്റ്റിലും നല്ല ബെസ്റ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റും. അതെ. അപ്പൊ ഒന്ന് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ കളേഴ്സ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഈ ഒരു ഓറഞ്ച് കാണാം, ഒരു ചന്ദന കളർ അല്ലെ, ഒരു ചന്ദന കളർ കാണാം, ഒരു ടെറാക്കോട്ട ഷെയ്ഡ് കാണാം, ഇത് ഡാർക്കർ ടെറാക്കോട്ട വിത്ത് ഒരു ആന്റിക് ബർഗണ്ടി ഷെയ്ഡ് കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ സാധനം, ബോർഡ് ചെയ്ത പോലെ. അതെ, ഗ്രേഡ്. ഇത് നല്ല രസമുണ്ട്. കളറും വെറൈറ്റി കളർ. എനിക്ക് അടുത്ത പ്രൊജക്റ്റിലേക്കൊക്കെ നമുക്ക് പിടിക്കാൻ പാകത്തിന് ഒരു ഡിഫറൻസ് സാധനമുണ്ട്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു, ഇതില് നമ്മൾ നാട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 52 റേഞ്ച് ആണ് വരുന്നത്. നാടനല്ലല്ലോ. അല്ല ഇത് നാടനാണ്. 52 ആ റേഞ്ച് ആണ് വരുന്നത്. അത് പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒക്കെ ഒരു പ്രൈസ് വരുന്നത് നമുക്കൊരു 56-58 ആ റേഞ്ച് ആണ് വരുന്നത് ഉള്ളൂ. 5 രൂപന്റെ മാറ്റേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി വൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്നും നമുക്ക് ഇനി ക്ലിയർ ഒന്നും ചെയ്യണം നിർബന്ധം ഇല്ല. ക്ലിയർ ചെയ്താൽ ഇതിൽ നിൽക്കൂല, കാരണം അബ്സോർബ് ചെയ്യൂല. അതിങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ പോരും. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസിനെ കുറിച്ചിട്ടും ഇതിന്റെ സൈസ് എനിക്ക് ഒരടി തന്നെയല്ലേ, 1/1. തൊട്ട് താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അത് തന്നെ. ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പൗഡറിൽ ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഫിനിഷ് ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളധികം ഇതിനെ സജസ്റ്റ് ചെയ്യേണ്ടെന്നുള്ളതാണ്. കാരണം പണി വരാനുള്ള സാധ്യത ക്ലയന്റ് കണ്ടന്റിന്റെ ഇഷ്യൂസ് ആയതുകൊണ്ടാണ്. റാഷിദിന്റെ പുറമെ ഇതൊരു റൂഫിംഗ് മെറ്റീരിയൽ ആണ് കേട്ടോ. അതെ. ഇത് നമുക്ക് ഇതെന്താ മെറ്റീരിയൽ വരുന്നത്? ഇത് PVC മെറ്റീരിയലാണ്. നമുക്ക് പഴയ ഓലമേഞ്ഞ വീട് ആണ് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ വെള്ളം കയറാതിരിക്കാനുള്ള പണികളൊക്കെ എടുത്തതിന് ശേഷം അതിന്റെ പുറത്ത് നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ട് ഇങ്ങനെ പുല്ലുമേഞ്ഞ റൂഫ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു പ്രൈസ് ഒരു സ്ക്വയർ ഫീറ്റ് 200 rupees വിത്ത് ഇൻസ്റ്റാളേഷൻ ആണ് റേറ്റ് വരുന്നത്. ഇതൊന്ന് കണ്ടുവെച്ചോളൂ, ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. അടുത്തായിട്ട് നമ്മുടെ റൂഫിംഗിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈൽ അല്ലേ റാഷിദ്? ഇതിന്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈല് നമ്മള് ഇതിൽ സർഫസ് എപ്പോഴും ഈ നാച്ചുറൽ സ്റ്റോൺ ആണ് കോട്ട് ചെയ്തത്. നമ്മൾ സിംഗിൾസിന്റെ പോലെ തന്നെയാണ്. അതിന്റെ സെയിം സ്റ്റോൺസ് ആണ് ഇതിലുള്ളത്. പക്ഷെ ഇതില് മെറ്റീരിയൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റലാണ്. ഇതാണ് സാധനം, മെറ്റലാണ്. മെറ്റൽ ഷീറ്റിൽ ആലു സിങ്ക് കോട്ട് വന്നതാണ്. നമ്മുടെ ഈ അതെ, നമ്മൾ ഈ GI പറയുന്ന പോലെ അലു സിങ്ക് കോട്ടിംഗ് ആണ്. സൗണ്ട് കുറയും, ചൂടും കുറയും. ഇതിലുള്ളൊരു അഡ്വാൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാ ഈ ഷീറ്റ് ഒക്കെ ഇടുന്ന പകരം ആ ഒരു സ്ലോപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാ ഷീറ്റ് ഇടുന്ന സ്ലോപ്പിൽ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഓട് ഇടുന്ന സമയത്ത് ഒരു 27 അല്ലെങ്കിൽ 30 ഡിഗ്രി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 23 ലെവലിലോട്ടൊക്കെ ഈ ഒരു ലെവലിലേക്കൊക്കെ സ്ലോപ്പിലേക്ക് നമുക്ക് ചെയ്തിടാം. ഇത് ലേ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയാണോ സ്ക്രൂ ചെയ്യുക? ഇതിൽ സ്ക്രൂ ചെയ്യാം. അതെ. അപ്പൊ കവർ ചെയ്ത് പോകും. കണ്ടു കഴിഞ്ഞാൽ നല്ല സീംലെസ് ആയിട്ട്. അതെ, ഇത് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഷിംഗിൾസ് പോലെ തന്നെ ഇത് വീണ് പോകുന്ന പ്രശ്നമോ ആ പ്രശ്നങ്ങളൊക്കെ വരും? ഇല്ല, ഗ്രാനുവൽസിന്റെ ലോസ് ഇല്ല. കാരണം അത് ഗ്രാനുവൽസ് ഒരു വർഷം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആയിക്കോളും. അതിന്റെ ഒരു പ്രൈസിങ് ഇത് പ്രൈസിങ് നമുക്കൊരു 130 rupees per square feet റേറ്റ് വരും. ഇപ്പോൾ ക്ലേ പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞ സമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിഭാജ്യ ഘടകമാണ് ജാളീസ്. ഒന്നുമില്ലാത്ത ഏതൊരു വീട്ടിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ജാളി വെക്കാന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതിന് മാറി വരികയായിരിക്കും. നമുക്ക് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ചും ഒരു ക്വാളിറ്റിനെ കുറിച്ചും നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഏത് ക്വാളിറ്റിയിലേക്ക് പോകാം, എങ്ങനെ പോകാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് റാഷിദ് പറഞ്ഞത്. ഓക്കെ. ഇതിൽ ആക്ച്വലി ജാളി നമുക്കൊരു 3 ടൈപ്പ് ഓഫ് ജാളീസ് ഉണ്ട്. ഒന്ന് നാട്ടിലുണ്ടാവുന്ന ലോക്കലി ഉണ്ടാക്കുന്ന ക്ലേ ജാളികളുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വിയറ്റ്നാം ജാളീസ് ഉണ്ട്, ഇമ്പോർട്ടഡ് ക്ലേയിൽ വരുന്ന ജാളീസ് ഉണ്ട്. പിന്നെ ഗുജറാത്തിൽ വരുന്ന ജാളീസ് ആണ് വരുന്നത്. പൗഡറിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതിലൊന്നാന്ന് വെച്ചാല് പ്രൈസ് വേരിയേഷൻ ഉണ്ട്. അതെ, വൈറ്റ് സിമെന്റിൽ വരുന്ന ജാലീസ് ഉണ്ട്, സോറി കോൺക്രീറ്റും ഉണ്ട്. 5 ജാലിയായി. അതെ, 5 മെറ്റീരിയലില് 5 ഡിഫറെന്റ് മെറ്റീരിയൽ ക്ലേ
മറ്റേ പലതരത്തിലുള്ള ക്ലേ, പിന്നെ വൈറ്റ് സിമെന്റും കോൺക്രീറ്റും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇതിന്റെ റാഷിദ് പറഞ്ഞു എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇനീഷ്യലി നമുക്ക് ഇതൊരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീടുകൾ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും? ബഡ്ജറ്റ് നമുക്കൊരു 36-37 രൂപ മുതൽ ഈ ജാലീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാടനാണ്, നമ്മുടെ നാടൻ ക്ലേ ജാലീസ് ആണിത്. ഒരു 36 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഫിനിഷ് ഉണ്ട്. ഇതിനൊക്കെ ഭയങ്കര ഫിനിഷ് ഉണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ഫിനിഷിനൊക്കെ ഒരു കുറവുണ്ട്. പ്രൈസ് റേഞ്ചിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. 30 രൂപ 36 രൂപ റേഞ്ചിലൊക്കെയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പൊ അടുത്തത് പിന്നെ നമുക്ക് ഇതിന് ദോഷം പറയാനൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒരു കുഴപ്പമില്ല. ഫിനിഷസിലൊക്കെ വ്യത്യാസം കൂടുതൽ ഈ കോമ്പൗണ്ട് വാൾസ്, അതുപോലെ തന്നെ ബാക്കി ലോങ് സൈറ്റ് ആയിട്ടുള്ള അതിലേക്കൊക്കെ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. പെയിന്റ് ചെയ്യാൻ പറ്റുമോ? പെയിന്റ് അടിക്കണമെങ്കിൽ പെയിന്റ് അടിക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഇതില് വിയറ്റ്നാം ജാളീസാ വരുന്നത്. ഇതാണ് വിയറ്റ്നാം. ഇതെല്ലാം വിയറ്റ്നാം ജാളീസ് ആണ്. ഇത് ക്യാമ്പ് 2 ഉണ്ട്. ഇതിൽ ഗുജറാത്തും ഉണ്ട്, വിയറ്റ്നാമും ഉണ്ട്. അത് നമ്മളൊരു ടെസ്റ്റ് കാണിക്കാൻ വേണ്ടി ഓക്കെ, നമുക്ക് അതിന്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അതായത് അതൊന്ന് പറഞ്ഞു കൊടുത്തോ. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള എന്ത് സൗണ്ട് ഉണ്ടാവും? നമ്മൾ മെറ്റാലിക് സൗണ്ട് ആണ്. നല്ല പ്രോപ്പർ ആയിട്ട് വെന്ത് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലേ പ്രൊഡക്റ്റിന് ഒരു മെറ്റാലിക് റിംഗ് സൗണ്ട് അല്ലേ? അതെ, മെറ്റാലിക് റിംഗ് സൗണ്ട്. മെറ്റലിന്റെ മുകളിൽ ഇങ്ങനെ കട്ടികൾ വരുന്ന സൗണ്ട് ആയിരിക്കണം അത് വരേണ്ടത്. ഇത് റാഷിദിനെ തട്ടിക്കോ. ഇതിനെപ്പോഴും നല്ല റിംഗിങ് സൗണ്ട് ഉണ്ട്. ഇതിനാണെങ്കിലോ മറ്റേതിന്റെ അത്ര ഒരു പ്യുവർ റിംഗും ഇല്ല. അപ്പൊ ഇത് വിയറ്റ്നാമാണ്, ഇത് ഗുജറാത്താണ് കേട്ടോ. അപ്പൊ ഫിനിഷിലും ഒരു വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ ഒരു പൊള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കുറെ കൂടെ നല്ല ഫിനിഷ് ആണ്. അതെ. അപ്പൊ ഇത് നമ്മൾ പെയിന്റ് അടിക്കാൻ പറ്റുമോ? എല്ലാം നമുക്ക് പെയിന്റ് അടിക്കാം, എല്ലാം പെയിന്റ് അടിക്കാം. ശരി, അപ്പൊ ഇതിന്റെ ഒരു കോസ്റ്റ് കൂടെ പറഞ്ഞു കൊടുക്കല്ലേ? ഓക്കെ. വിയറ്റ്നാം നമുക്കൊരു 95 മുതൽ സ്റ്റാർട്ടിംഗ്. 95. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ക്വാളിറ്റി കൂടി 36 95 ക്യാമ്പ് ആവുമ്പോ നമുക്കൊരു 100-110 ആ റേഞ്ച് കൊടുക്കാം. ഗുജറാത്ത് ആണെങ്കിലോ 110 സെയിം റേറ്റ്. സൈസിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, കുറച്ച് വിടുത്ത് കൂടുതലുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് വരുന്നത് ഗുജറാത്തിന്റെ 8x8 ജാലീസ് ആണ്. ശരി, 8x8 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഇത്രയും ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിപ്പോ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇത് രണ്ടും പിന്നെ ഇതും. ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെയായിരിക്കും? ഇത് നമുക്കൊരു 85 റേഞ്ച് വരുന്നത്. 10 രൂപയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ഏത് റേറ്റിനും കൊടുക്കാൻ പറ്റും. നമുക്ക് ആളുകൾക്ക് മനസ്സിലാവുന്ന മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 8.5x8.5 ആണ് സൈസ് വരുന്നത്. സൈസ് കൂടുന്നുണ്ട്. ശരി, ഇതാകുമ്പോൾ നമുക്കൊരു 95 ആ റേഞ്ച് വരുന്നത്. ഇത് ഏതിന്റെ പ്രൊഡക്റ്റ് ആണ്? ഇത് ഗുജറാത്ത് തന്നെ. അതെ, ശരി. സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഡിസൈൻസ് ചിലത് ഇതിൽ അവൈലബിൾ ആവില്ല. അങ്ങനത്തെ വ്യത്യാസം വരുന്നത് എന്താണ്? ഒന്നാമത് സൈസിലുള്ള മാറ്റമാണ്. പിന്നെ കളേഴ്സിൽ മാറ്റമുണ്ട്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്, ഇതൊരു റെഡിഷ് ആണ്. പിന്നെ ഇത് ഏതൻ ജാളി, ഇതിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 250 ആ റേഞ്ച് വരുന്നത്. ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ മുകളിൽ കാണുന്ന വൈറ്റ് ജാലീസ്, വൈറ്റ് സിമെന്റ് ജാലീസ്. നമ്മൾ വൈറ്റ് സിമെന്റിൽ ഇത് ലെക്സ്ക്രീറ്റിന്റെ ജാലീസ് ആണ്. ഇത് അഗെയിൻ ഒരു ആർക്കിടെക്റ്റിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ മുമ്പേ ലെക്സ്ക്രീറ്റിന്റെ ഈ വൈറ്റ് ജാലീസിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രൈസിംഗ് ഇത് നമുക്കൊരു 135 പ്ലസ് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. അതെ, ബേസിക്കലി ആ വൈറ്റ് പിന്നെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. ഒരു ആർക്കിടെക്ട് ഉണ്ടാക്കണ ഡിസൈൻസ് അടിപൊളി സാധനങ്ങളുണ്ട്. അപ്പൊ ജാളിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലിയർ അടിക്കുക, പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ ജാളിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഫിനിഷിങ് കൂടിയ ജാളീസ് എടുക്കണതാണ് ഏറ്റവും നല്ലത്. മറ്റേത് നമ്മൾ ചില ആളുകൾ പറയും ഫിനിഷിങ് കുറഞ്ഞ ജാളി എടുത്തിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ ഇതിൽ നമ്മള് ഇതിന്റെ സൈസസിൽ മാറ്റം വരും. ഫിനിഷിങ് കുറഞ്ഞ ജാളീസ് നമുക്ക് ഈ ഗമ്മും ലേബറും സൈസ് തന്നെ വ്യത്യാസം വരും. വ്യത്യാസം വരും. ഗമ്മിടുമ്പോഴും ലേബറും എല്ലാം കൂടും. അപ്പൊ നീറ്റ് ആയിട്ട് കിട്ടൂല. കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. ഇവിടെ ഏറ്റവും അടിയിൽ കുറച്ച് വെറൈറ്റി ജാളീസ് ഇരിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ജാളിയാണ്. നിങ്ങൾ ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ അടുത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ, ജാളിക്കകത്ത് SS-ന്റെ നെറ്റ് ഉണ്ട്. നമ്മുടെ SA റൂഫിങ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതായത് ജാളിക്കകത്ത് മെഷ് വെച്ചു. അപ്പൊ ഈ ജാലി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണികൾ കയറുക എന്നുള്ള പ്രശ്നം എല്ലാവരും ഉള്ള പരാതി. ജാലി വെച്ച ഉള്ളിൽ പ്രാണികൾ തൽക്കാലം പൊടി എന്തായാലും കയറും, പക്ഷെ പ്രാണി കയറില്ല. അപ്പൊ എങ്ങനെയാണ് റാഷിദ് ഇതൊന്ന് പറഞ്ഞു? ഇതിന്റെ
രണ്ട് ഈ സിമിലർ സൈസുള്ള ജാളിയാണ്, ചെറിയ സൈസുള്ള ജാളിയാണ്. അത് രണ്ടെണ്ണം ഒരുമിച്ച് ഫിക്സ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. മെഷ് വെച്ചിട്ട് തുരുമ്പ് പിടിക്കൂല. പക്ഷെ ഇതിന് മുമ്പ് ആളുകൾ ചെയ്തിരുന്നത് ജാളി വെച്ചതിന് ശേഷം അലുമിനിയത്തിൽ പ്രൊഫൈൽ ചെയ്തിട്ട് നെറ്റ് ചെയ്യുക. അതെ, സൊല്യൂഷനാണ്. നമുക്കൊരു പ്രൈസ് റേഞ്ച് നമുക്കൊരു 150 റേഞ്ച് ആയിരുന്നു. ശരി. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ കോൺക്രീറ്റ് കോൺക്രീറ്റ് ജാലീസ് ഉള്ളത്. ഇതിനൊക്കെ എങ്ങനെയാ പ്രൈസ് വരും? ഇത് നമുക്കൊരു 65 ആ റേഞ്ചാണ് വരുന്നത്. ഇത് 65 റേഞ്ചിൽ ഈ ഒരു സൈഡ് ഫുൾ ഫിനിഷ് ആണ്. ഇതിന് ഒരു സൈഡ് ഫിനിഷ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഓരോ കോൺടാക്ട് അനുസരിച്ച് നമുക്ക് അത് യൂസ് ചെയ്യാം. 65 രൂപ റേഞ്ച് പ്രൈസ് ഉണ്ടാവുക. അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഷോറൂമിലെ പ്രീമിയം ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ടൈലുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് റാഷിദ് ഇങ്ങനത്തെ കുറച്ച് ടൈൽ എടുത്ത് തന്നു. ഈ കാണുന്ന പോലെയല്ല, അത്യാവശ്യം എത്ര കിലോ ഉണ്ടാവും? ഇതൊരു 5 കിലോന്റെ 5-6 കിലോ വെയിറ്റ് വരുന്ന സാധനമാണ്. അപ്പൊ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഡ്രസ് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇതിന്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇത് നമുക്കൊരു 250 റേഞ്ച് ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങളുടെ പ്രീമിയത്തിലെ സ്റ്റാർട്ടിംഗ് ആണ്. 450 വരെയുള്ള ടൈൽ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് നമുക്ക് പ്യൂർലി ക്ലേ ആണത്. പ്യൂർ ക്ലേ ആണ്. നമ്മുടെ നാട്ടിലെ ക്ലേ അല്ല. നമ്മുടെ നാട്ടിലെ ക്ലേ അല്ല, ഇത് ചൈനയിൽ നിന്ന് വരുന്ന ക്ലേ ആണ്. അടുത്തതായിട്ട് റൂഫിംഗില് നമ്മൾ കുറെ നാള് കൊണ്ട് എന്നാൽ ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ഐറ്റം ഷിംഗിൾസ്. പലതരത്തിലുള്ള ഷിംഗിൾസ് മാറി വന്നു. കാരണം പണ്ട് നമ്മൾ ഷിംഗിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 8 വർഷം മുമ്പൊക്കെ ചെയ്ത ഷിംഗിൾസ് ചെയ്തിട്ടുള്ള വീട്ടിൽ ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലെ സ്റ്റോൺ ലോസ് മുഴുവൻ കൂട്ടത്തിൽ പോകുന്ന. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ തന്നെ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്രാനുവൽസ് പോവാത്ത തരത്തിലുള്ള ഷിംഗിൾസ് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ. ഇതിൽ നമുക്കുള്ളത് 3 ടൈപ്പ് ഓഫ് ഷിംഗിൾസ് ആണ് ഇപ്പൊ മാർക്കറ്റിലുള്ളത്. ആദ്യം വന്ന അഷ്ഫാൾ ഷിംഗിൾസ് ഉണ്ട്, അതുപോലെ തന്നെ SBS ഷിംഗിൾസ് ഉണ്ട്. SBS എന്താണെന്നുള്ളത്? SBS പറഞ്ഞാൽ സിറൈൻ ബ്യൂട്ടൈൻ സിറൈൻ കോമ്പൗണ്ട്, റബ്ബർ കോമ്പൗണ്ട് ആണ്. അത് നമ്മൾ ഈ ഗ്രാനുവൽസ് ലോസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ഈ കോമ്പൗണ്ട് യൂസ് ചെയ്യണത്. പക്ഷെ SBS നമ്മൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റബ്ബർ കോമ്പൗണ്ട് കൂടുതൽ ഉണ്ടായത് ഹീറ്റ് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ സെമി SBS വരുന്നത്. സെമി SBS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ ലോസും ഉണ്ടാവില്ല, ഹീറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവില്ല. സാധാരണ ഷിംഗിൾ ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടും കേട്ടോ. അതെ, കാരണം ഷിംഗിൾസ് അടിയിൽ ബിറ്റുമിനാണ്. അത് ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഷിംഗിൾസിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലീക്ക് ഉണ്ടാവില്ല. ഈ ഷിംഗിൾസിനും സ്ലോപ്പ് നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 27 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം. അതെ, പിന്നെ നമ്മൾ ഈ സിമെന്റ് ബോർഡിൽ ഷിംഗിൾസ് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കോയിൻ ഗ്യാപ്പ് നമ്മൾ ഇട്ട് വെക്കണം. കാരണം സിമെന്റ് ബോർഡ് എപ്പോഴും ബ്രീത്തബിൾ ആണ്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് ഈ സിമെന്റ് ബോർഡ് ക്രാക്ക് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോയിൻ ഗ്യാപ്പ് എപ്പോഴും സിമെന്റ് ബോർഡിന്റെ അടിയിൽ ഇട്ട് വെക്കണം. അതെ, നമുക്കിത് 3 രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് വരുന്നത്. ഒന്ന് റഷ്യന്റെ വരുന്നുണ്ട്, ഇത് റഷ്യന്റെ പ്രൊഡക്റ്റ് ആണ്. ഇത് റൂഫ് ഷീൽഡ് എന്നുള്ള ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ കട്ട്പാൽ എന്നുള്ള ബ്രാൻഡാണ് ഈ മുകളിലിരിക്കുന്നത്. മാറ്റുണ്ട്. ഈ റൂഫ് ഷീൽഡിൽ ആവുമ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ് കൂടുതലാണ് റൂഫ് ഷീൽഡിൽ. റഷ്യന്റെ പ്രൊഡക്റ്റ്. ഇത് SBS ആണ്, നമുക്ക് ബെൻഡ് ചെയ്യാം. അതെ, ഇതും കട്ടേപാലും SBS തന്നെയാണ്. അത് ഫിൻലാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. അതെ, ഇതെല്ലാം ആ ഫോർമാറ്റ് തന്നെ വരുന്നത്. അതെ, ഇതൊക്കെ സിംഗിൾ ലെയർ ആണ് വരുന്നത്. സിംഗിൾ ലെയർ. ഇതിന്റെ ഒരു പ്രൈസിംഗ് എങ്ങനെയാണ്? പ്രൈസിംഗ് നമുക്ക് വിത്ത് ലേയിങ് നമുക്കൊരു 110 to 120 ആ റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, അതിൽ കൂടിയതൊന്നുമില്ല. 110 to 120 റേഞ്ച് ആണ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, നല്ല റേറ്റിന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഷിംഗിൾസിന് എന്തെങ്കിലും വാറണ്ടി കാര്യങ്ങൾ? ഷിംഗിൾസിന് നമുക്ക് കളർ വാറണ്ടി നമ്മൾ 10 years കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും കേരള ക്ലൈമറ്റിന് നമുക്ക് ഷിംഗിൾസിന് വരുന്ന ഒരു ഫേസ് ചെയ്യുന്ന വിഷയം ഈ പൂപ്പല് വരുന്നതാ നമ്മുടെ സൈറ്റിൽ, നിങ്ങളുടെ സൈറ്റിലാണ്. അപ്പോൾ പൂപ്പല് വരുന്ന സമയത്ത് നമ്മൾ ഈ മുമ്പത്തെ അഷ്ഫാൾട്ടാണ് നമുക്ക് പ്രഷർ വാഷ് ചെയ്യാൻ പറ്റില്ല, ഗ്രാനുൾസ് ഒക്കെ തെറിച്ചു പോകും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈസിയാണ്. ഒരു കെമിക്കൽ ഉണ്ട്, ആ കെമിക്കൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ 5 വർഷം കൂടുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഷിംഗിൾസ് പോലെ തന്നെ. മരത്തിന്റെ അടിയിലൊക്കെ നിൽക്കുന്ന പോർഷനൊക്കെ ഇലക്കറ വീഴുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഒരു കറുപ്പും പച്ചപ്പ കളറുള്ള ഒരു പാച്ചാണ് വരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ആ സെമി SBS എന്ന് പറഞ്ഞ, അതെ, ഇത് നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്? ഇത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. റൂഫിംഗിന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഇതിന് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് പറയാം? ഇത് നമുക്ക് സെമി SBS ആണ്. ഇത് നമുക്ക് ഇതുപോലെ പ്രഷർ വാഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ 10 വർഷത്തെ കളർ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ഏഷ്യൻ റൂഫ് ഡ്രാഗൺ ഷീൽഡ് എന്നുള്ള ഒരു ബ്രാൻഡിൽ വരുന്നതാണ്. പ്രൈസിംഗ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസിംഗ് നമുക്കൊരു ഇതുപോലെ 105 to
120 റേഞ്ചിലാണ് നമ്മൾ ചെയ്യുക. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതില് നമുക്ക് ഏതായിരിക്കും ഒരു ക്ലയന്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഇപ്പോ ഏറ്റവും ബെസ്റ്റ് സെമി SBS ആണ്. SBS അല്ല, അസ്ഫാൾട്ടും അല്ല, രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ. ഡിസൈൻസ് മാത്രമേ കിട്ടുള്ളൂ. ഏകദേശം 8 കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഡബിൾ ലെയർ ആണ് വരുന്നത്. ഡബിൾ ലെയർ ആണ്. അപ്പോ തിക്നെസ് കൂടുതലാണ്, ഹീറ്റ് കുറയും. ശരി, അങ്ങനെ മറ്റേ ഈ ഇതിലൊക്കെയാണ് ഇങ്ങനത്തെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമുക്ക് റിക്വയർമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഓൺ ബ്രാൻഡ് ആയതുകൊണ്ട് പറയുന്ന ഡിസൈൻ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്വാണ്ടിറ്റി ഉണ്ടാവും. റൂഫിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസ് റാഷിദിന്റെ അടുത്തുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റെയിൻ വാട്ടർ ഗട്ടേഴ്സും നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. റെയിൻ വാട്ടർ ഗട്ടേഴ്സ് നമ്മൾ ഏഷ്യൻ റൂഫ് അക്വഷീൽഡ് എന്നുള്ള brandiൽ വരുന്നതാണ്. UPVC ആയതുകൊണ്ട് തന്നെ അത് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ലോക്കൽ UPVC പോലെ ഒരു യെല്ലോ ഷെയ്ഡിലോട്ടൊന്നും പോകില്ല. ഡീകളറേഷൻ വരുന്ന പ്രശ്നങ്ങളില്ല. ഇത് പ്രശ്നമില്ല. നമ്മളിപ്പോ 6 years ആയിട്ടും ഇതിനൊരു പ്രശ്നം വന്നിട്ടില്ല. അത് 1 year 2 year ആകുമ്പോൾ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് പോകും UPVC. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ ഇവിടെ ഡെമോക്ക് വെച്ചതുകൊണ്ടാണോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നത്? ക്ലാമ്പുകളൊന്നും കാണാതിരിക്കുന്നത്? ഇത് ഇന്നർ ക്ലാമ്പ് വരുന്നത്, അത് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോ അതൊരു പോയിന്റാണ്. അതെ, പലപ്പോഴും അതൊരു വൃത്തികേടാണ് ക്ലാമ്പ് പുറത്തോട്ട് വരുന്നത്. ഇത് ക്ലാമ്പ് നമ്മൾ ഈ കോൺക്രീറ്റിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു റൂഫ് വരുമ്പോൾ ഇതിന്റെ എൻഡിൽ നല്ല നീറ്റ് ആയിട്ട് നമുക്ക് പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്കിതൊരു മീറ്ററിനാണ് ഇത് പ്രൈസിംഗ് വരുന്നത്. ഒരു മീറ്റർ ഇൻക്ലൂഡിംഗ് എല്ലാ ആക്സസറീസ് അടക്കം വിത്ത് ഇൻസ്റ്റലേഷൻ നമുക്കൊരു 650 റേഞ്ച് ആണ് വരുന്നത്. ഒരു മീറ്ററിന് 650 റുപ്പീസ് ആണ് പ്രൈസ്. എല്ലാ ആക്സസറീസ്. റൂഫിംഗ് ടൈലുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസിനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഓട് പൊട്ടും എന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ നമ്മുടെ ക്ലേ ടൈൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലോഡ് ബെയറിംഗ് ഉണ്ട്? നമ്മുടെ ഏഷ്യൻ റൂഫിന്റെ പ്രീമിയർ എന്നുള്ള സീരീസിലുള്ളതാണ്. ഇത് ഏകദേശം 300 കിലോ വരെ കപ്പാസിറ്റി ഉണ്ട്. ശരി. അപ്പോ 300 കിലോ വരെ അത് വെയിറ്റ് എടുക്കും. നമ്മൾ കയറുമ്പോൾ നമ്മൾ മാറ്റാനും പിടിക്കുമ്പോഴൊക്കെ പൊട്ടലൊന്നും വരില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഒരു നാടൻ ഓടും ഒരു നമ്മുടെ ഏഷ്യൻ റൂഫിന്റെ പ്രീമിയർ സീരീസിൽ വരുന്ന ഒരു ഓടും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം. രണ്ട് ഓൾമോസ്റ്റ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് നമ്മൾ വെച്ച് നോക്കുകയാണ്. നമ്മൾ നോർമലി ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 2 ഓടും കുഴപ്പമൊന്നുമില്ല അല്ലേ? കയറി ഒന്ന് ഞാൻ ചാടിക്കോട്ടെ? ഇല്ല, ചാടുന്നതിന്റെ മുമ്പേ നമ്മുടെ നാടൻ ഓട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഏഷ്യൻ റൂഫ് പ്രീമിയർ സെഗ്മെന്റിലുള്ള ടൈലാണ്. ഞാൻ അതാ കയറി നിന്ന് ഇതാവുന്നുണ്ട്, ചാടുന്നുണ്ട്, ഓട് പൊട്ടിയിട്ടില്ല. അപ്പൊ തൽക്കാലം ഒരാള് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഞാനൊരു 79 കിലോ ഒക്കെ ഉണ്ട്, കയറിയിട്ട് പൊട്ടിയിട്ടില്ല. അപ്പൊ ആ പറഞ്ഞ 300 കിലോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഏഷ്യൻ റൂഫിന്റെ പ്രീമിയം സെഗ്മെന്റിലുള്ള ഈ ഒരു ക്ലേ ടൈലില് ഞാൻ കയറി നിന്നപ്പോൾ പൊട്ടി ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മളൊന്ന് വണ്ടി കയറ്റി നോക്കാൻ പോവാണ്. അപ്പൊ നമുക്കത് ഒരു 2 വീലർ ഉണ്ട്, നമുക്ക് ഈ 2 വീലർ ഒന്ന് കയറ്റി നോക്കാം. അപ്പൊ ഒന്ന് കയറ്റി വെക്കോളൂ. അപ്പോൾ നമ്മുടെ 2 വീലർ കയറി ഇറങ്ങി നമ്മുടെ റൂഫിംഗ് ടൈലിനകത്ത് അതും പൊട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പുറത്ത് പൊട്ടാതെ വയ്ക്കാം എന്നുള്ളത് നമുക്ക് തീരുമാനമായി. അപ്പോൾ നമ്മുടെ വൈറ്റ് ക്ലേ റൂഫിംഗ് ടൈലും അതുപോലെ തന്നെ നമ്മുടെ ക്ലേ ടൈല് അല്ലേ, സൺ റൂഫിൻ്റെ പ്രൊഡക്ട്സ് ആണ് രണ്ടും. അപ്പോൾ ഈ ഒരു വൈറ്റ് ക്ലേയിലും അതുപോലെ തന്നെ സെറാമിക്കിലും എത്രത്തോളം ഹീറ്റ് കണ്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒന്ന് ഹീറ്റ് അപ്ലൈ ചെയ്യും. കാരണം വെയിലത്ത് വെച്ച് നോക്കാനുള്ള ഒരു അതിനെക്കാട്ടിലും നമുക്ക് എക്സ്ട്രീം കണ്ടീഷൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരം നമുക്കിത് എത്രത്തോളം ഈ ഹീറ്റ് വരുന്ന പോയിന്റിൽ നിന്ന് തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് എത്രത്തോളം കണ്ടക്ഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഹീറ്റ് റേഡിയേഷൻ നടക്കുന്നുണ്ടാവുക. നമുക്ക് ഈ ഹീറ്റ് അപ്ലൈ ആവുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 197, 124 ഒക്കെ ഡിഗ്രി ചൂട് കാണുന്നുണ്ട്. ഇതേ സാധനം നമ്മൾ ഈ സൈഡിൽ വരുമ്പോഴേക്കും കണ്ടോ, ഇനി വേണമെങ്കിൽ ഒന്ന് മാറ്റാം കണ്ടോ, ആ ചൂട് ഇത്രയും അടിച്ചിട്ടും നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കണ്ടോ ഇങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ റീഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ക്ലേ ടൈലിൻ്റെ ഏഷ്യൻ റൂഫിൻ്റെ വൈറ്റ് ക്ലേ ടൈലിലാണ് നമ്മൾ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോണത്. നോർമൽ റീഡിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 ഡിഗ്രി ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പോയിന്റിൽ അടിക്കുന്നത് നമുക്ക് അവിടെ ടെമ്പറേച്ചർ കയറി വരുന്നത് കണ്ടോ, ചൂടടിക്കുന്ന പോയിന്റിൽ നല്ല രീതിയിൽ 112, 110 ഒക്കെ ആയി. നമുക്ക് നേരെ ഇതേ സൈഡിൽ നോക്കാം, നിർത്തിക്കോളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 110 ഇരിക്കുന്ന സമയത്തും ഇവിടെ നമുക്കൊരു 36 ഡിഗ്രി ഒക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള പോയിന്റിലൊക്കെ വരുമ്പോഴേക്കും കണ്ടോ 32, 31 ഡിഗ്രി ഒക്കെ വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ സെറാമിക്കിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു പോയിന്റൊക്കെ നല്ല രീതിയിൽ ഒരു ഹീറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ഷൻ നമ്മുടെ വൈറ്റിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ ഈ ഒരു കണ്ടന്റ് റൂഫിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നില്ല, ഒരു കണ്ടന്റ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ റൂഫുമായിട്ട് ഇന്ന് മാർക്കറ്റിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ ഉണ്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളിതൊരു എക്സ്പീരിയൻസ് സെൻ്റർ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റാഷിദും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു തരും. അതായത് മെറ്റീരിയൽ സെലക്ട് ചെയ്യാനും അല്ലേ, അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഡിസൈനറോ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് റാഷിൻ്റെ അടുത്ത് എന്തായാലും ചെയ്തു കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുറേ ടെസ്റ്റൊക്കെ കാണിച്ചു, നമ്മൾ ചൂട് പിടിച്ചതും വെള്ള അബ്സോർപ്ഷൻ ഇതൊക്കെ കാണിച്ചു. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ അടുത്തൊരു മെറ്റീരിയലിലേക്ക് നമ്മൾ എത്തുക. നമ്മൾ ആർക്കിടെക്ചർ നമ്മളൊരു പ്രൊജക്റ്റിൽ ചെയ്തു, അവിടെ കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യാനായിരിക്കും നമ്മൾ അടുത്തൊരു പ്രൊജക്റ്റിൽ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് ഓട് അത് വേണോ, അല്ലെങ്കിൽ ഓട് എടുത്ത് പെയിന്റ് അടിക്കണോ. ആളുകൾക്ക് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഓരോ ബ്രാൻഡിലും ഓരോന്നും വന്നിട്ട്. പക്ഷെ നമ്മൾ പ്യുവർ ആയിട്ട് ആ ഒരു ക്വാളിറ്റിയിൽ കൊടുത്താലുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 340 years ആയിട്ടുള്ള ഒരു ബിസിനസ് ആകുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. പ്രത്യേകിച്ച് ഒരു ആർക്കിടെക്റ്റും കൂടെ ഉണ്ട്. എന്തായാലും റാഷിദ് നിങ്ങളെ കുഴിയിൽ ചെന്ന് ചാടിക്കില്ല. നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് റാഷിദ് തരും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അല്ലേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പെരിന്തൽമണ്ണ പട്ടിക്കാടാണ് ഈ സ്ഥലം. ഇവിടെ വന്നിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്ത തരത്തിലുള്ള വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.